ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. 100 കോടി ചെലവഴിച്ച് നിർമ്മിച്ചൊരു പാലമുണ്ട് മഴവിൽ ആകൃതിയിൽ നമ്മളെ ആലപ്പുഴ ജില്ലയിൽ പെരുമ്പളം പാലം. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടന്ന ഒരു പാലമാണ് പെരുമ്പളം പാലമുള്ളത്. ഇലക്ഷൻ മുൻപായിട്ട് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. കിഫ്ബി ഫണ്ടിൽ നിന്നും 100 കോടി ചെലവഴിച്ചിട്ട് KRFബിൻ്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കലാണ് ഈ പെരുമ്പളം പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതൊരു സാധാരണ പാലമല്ല, കാരണം വർഷങ്ങളായിട്ടുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് പെരുമ്പളം ദ്വീപ് നിവാസികളുടെ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. അതിൽ തന്നെ ഏറ്റവും വലിയ ദ്വീപാണ് പെരുമ്പളം ദ്വീപ്. ഈ പാലം വരുന്നതിന് മുൻപ് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അത്യാവശ്യ കാര്യത്തിന് അവർക്ക് രാത്രി കാലങ്ങളിൽ ദ്വീപിൽ നിന്നും ഇക്കരെ വരാൻ പറ്റിയിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുക്കുറ്റി ഭാഗത്തേക്കും ആലപ്പുഴ ഭാഗത്തേക്കും പോകാൻ പറ്റിയിരുന്നില്ല. പിന്നെ പോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോകാനുള്ള കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മളെ പെരുമ്പളം പാലം സാക്ഷാത്കാരമായിരിക്കുകയാണ്. ഏകദേശം 7 മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. അന്ന് ഇതിന്റെ പെയിന്റിംഗ് വർക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്രോച്ച് റോഡിന്റെ പണികളൊക്കെ നടക്കാനുണ്ടായിരുന്നു. പെരുമ്പളം ഭാഗത്ത് ഈ ഭാഗത്തുള്ള വർക്ക് ഏകദേശം പൂർത്തീകരിച്ചിരുന്നു. ഇപ്പോൾ അവിടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഇനി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വരാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങൾ ടാറിങ്ങിന്റെ വർക്ക് നടക്കാനുണ്ട്. ഇപ്പൊ പണികൾ പൂർത്തിയായ ഭാഗങ്ങളിൽ കോൺക്രീറ്റിന്റെ മുകളിൽ മാസ്റ്റിക് പാഡ് വിരിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ മുകളിൽ ഇനി ടാറിങ് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുന്നതുമാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അന്ന് അവിടെ PWDന്റെ ആൾക്കാർ വന്നിരുന്നു. നമ്മളെ സ്ട്രീറ്റ് ലൈൻ്റെ വർക്കുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് 2ാം ഘട്ട പ്രവർത്തനം ഉടനെ ആരംഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ, കാലവർഷം ആണ്, മഴക്കാലമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ടാറിങ്ങിന്റെ പ്രവർത്തനങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. എന്തായാലും പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2 ഭാഗത്തേക്കും ജനങ്ങൾ കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഇനി ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരുമ്പളം ദ്വീപ് നിവാസികളാണ്. ഇനി കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഒട്ടനവധി ടൂറിസം മേഖലയ്ക്ക് സാധ്യതയുള്ള സ്ഥലമാണ് ഇനി പെരുമ്പളം ദ്വീപ്. ഈ പെരുമ്പളം പാലത്തിന്റെ പണികൾ പൂർത്തിയായപ്പോൾ തന്നെ പല സ്ഥലത്തുനിന്നും ജനങ്ങൾ ഈ പാലം കാണാൻ വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് അതിന് 2 ഭാഗത്തുമുള്ള കച്ചവട സ്ഥാപനങ്ങളിലും നല്ല മാറ്റമുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വടുതല ചെട്ടിയിൽ നിന്ന് അങ്ങോട്ട് പോയി പെരുമ്പളം ദ്വീപിൽ ചെന്ന് കഴിഞ്ഞാൽ അതവിടെ നിൽക്കുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീതിയില്ലാത്ത റോഡാണ്. അപ്പൊ ഇതിനൊക്കെ നല്ലൊരു ടൗൺ പ്ലാനിങ് ആ ഭാഗത്ത് വേണം. ഇനി പെട്രോൾ പമ്പ് വരാനുണ്ട്. അങ്ങനെ കുറെ സംവിധാനങ്ങൾ, വിദേശ സഞ്ചാരികളെ വരെ നമുക്ക് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതുമാണ്. കാരണം അങ്ങനത്തെ ഒരു അടിപൊളി വ്യൂ ആണ് ഈ ഭാഗം. പെരുമ്പളം ദ്വീപിന്റെ ഒരു ആകാശ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അതിനു മുമ്പ് നമുക്ക് പാലത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് പോകാം. 1157 മീറ്റർ ആണ് പാലം വരുന്നത്. 11 മീറ്റർ വീതിയാണ്. അതിലെ 7.5 മീറ്റർ ആണ് റോഡ് വരുന്നത്. 2 ഭാഗത്തും 1.5 മീറ്റർ വീതമുള്ള നടപ്പാതകളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റോഡിന്റെ പണികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മാസ്റ്റിക് പാഡ് മാത്രമേ വിരിച്ചിട്ടുള്ളൂ. ഇതിന്റെ മോൾ ഭാഗത്താണ് BMBC ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്പാൻഷൻ ജോയിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ രാത്രിയൊക്കെ ഈ ഭാഗത്ത് കൂടെ അടിച്ച് മിന്നിച്ച് പാലത്തിന്റെ മുകൾ ഭാഗത്തൂടെ പോരുത് കേട്ടോ. കാരണം എക്സ്പാൻഷൻ ജോയിന്റിന്റെ അവിടെ ബൈക്കുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പൊ ഞാൻ ബൈക്ക് ഇതിന്റെ മുകൾ ഭാഗത്ത് ഓടിച്ചിട്ട് അവിടെ നല്ലൊരു ചാട്ടം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ വിഷയമല്ല. അപ്പൊ ഇതാണ് ബോസ്ട്രിങ് ആർച്ച് പാലം. അതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കണ്ട 3 ആർച്ചുകൾ വന്നിട്ടുണ്ട്. അതാണ് ബോസ്ട്രിങ് എന്നുള്ളത്. പിന്നെ ഇതിന്റെ അടിഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസ്ട്രിങ് വന്ന ഭാഗത്ത് പാലത്തിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. കാരണം ഇതിന്റെ അടിഭാഗത്തൂടെ ബോട്ട് അങ്ങനത്തെ കുറെ സംവിധാനങ്ങൾ പോകാനുള്ളതുകൊണ്ട് ഇൻലാൻഡ് നാവിഗേഷൻ പ്രകാരമുള്ള നിർമ്മാണമാണ് ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത്. ഇപ്പൊ എല്ലാ പാലത്തിന്റെ നിർമ്മാണം ഏകദേശം ഇതേമാതിരി തന്നെയാണ്. മഴവിൽ ആകൃതി ഇവിടെ 3 ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട മാതിരി പടിഞ്ഞാറക്കര ഭാഗത്തൊരു പാലമുണ്ട്, നായർത്തോട് പാലം. ഈ നായർത്തോട് പാലത്തിന് ബോസ്ട്രിങ് ആർച്ച് തന്നെയാണ്. അതുപോലെ തന്നെ കോഴിക്കോട് നമ്മളെ പുതിയ പാലം, അതും ബോസ്ട്രിങ് ആർച്ച് തന്നെയാണ്. ഇതുപോലെ നിർമ്മിക്കുന്ന എല്ലാ പാലത്തിനും ഇപ്പൊ പുതിയ മോഡലായിട്ട് വരുന്നതാണ് ബോസ്ട്രിങ് ആർച്ച് എന്നുള്ളത്. അതുപോലെ തന്നെ പെരുമ്പളം ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ കോൺക്രീറ്റ് പൈലിംഗ് ചെയ്തിട്ടാണ് അപ്രോച്ച് റോഡിന്റെ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത്. പിന്നെ വേറെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാലത്തിന്റെ കുറെ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. കുറെ ഭാഗത്ത് മാത്രമേ മാസ്റ്റിക് പാഡിന്റെ വർക്ക് നടന്നിട്ടുള്ളൂ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞു എന്നാണ്. കാരണം ഉദ്ഘാടന സമയത്ത് വാഹനമൊക്കെ ഓടുന്നതിനെ കണ്ടപ്പോൾ നല്ല റോഡൊക്കെ ഇങ്ങനെ കറുത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് പണികൾ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ പെരുമ്പളം ദ്വീപ് 2 കിലോമീറ്റർ വീതിയും 5 കിലോമീറ്റർ നീളം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളെ ലക്ഷദ്വീപ് ഇല്ലേ, ലക്ഷദ്വീപിന്റെ ഏകദേശം ഒരു സ്റ്റൈൽ തന്നെയാണ് ഈ പെരുമ്പളം ദ്വീപ് ഉള്ളത്. നല്ല പച്ചപ്പാണ് മുകൾ ഭാഗത്ത് നോക്കുന്ന സമയത്ത്. ലക്ഷദ്വീപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം ഇങ്ങനെ മറ്റേ കടലൊക്കെ ആയിട്ട് കിടക്കണമല്ലേ. എന്തായാലും നല്ലൊരു സാധ്യത ടൂറിസത്തിന് ഈ ഭാഗത്തുണ്ട്. പിന്നെ ഇനി ഇവിടുന്ന് വേറൊരു കണക്ടിവിറ്റി റോഡ് കൂടി ഒരു പാലം കൂടി വരുന്നുണ്ട്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൂത്തോട്ട വഴി നേരെ തൃപ്പൂണിത്തുറ വൈക്കം ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പെരുമ്പളം ഭാഗത്തുനിന്ന് ഒരു പാലത്തിന്റെ പണിയോടും വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഈ പെരുമ്പളം ദ്വീപ് നല്ല
എന്താ പറയാ, ഇഷ്ടം പോലെ ആളുകൾ വീണ്ടും ഈ ഭാഗത്തേക്ക് വരും. കാരണം ഇങ്ങനെ ക്രോസിങ് വരുമ്പോഴാണ് ആളുകൾ ഇതിൽ കൂടെ സഞ്ചരിക്കുക. അപ്പം പെരുമ്പളം ദ്വീപ് ഒന്നും കൂടി വികസിക്കും. അപ്പൊ ഈ ഭാഗത്താണ് കോൺക്രീറ്റ് പൈലിംഗ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടം വരെ മാത്രമേ ബസ് വരികയുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കുകയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇട റോഡുകളാണ്. അപ്പൊ ഇവിടെയൊക്കെ ഓട്ടോറിക്ഷകളാണ് അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് നിങ്ങൾക്കറിയില്ല, പഴയ കാലം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത്. ഇവിടുന്ന് മറുകര കടക്കണം എന്നുണ്ടെങ്കിൽ ബോട്ട് കാത്തു നിൽക്കണം, അല്ലെങ്കിൽ ജങ്കാറ് വരണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വാഹനവുമായിട്ട് മറുഭാഗത്തും കടക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ അവിടെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ഏത് രാത്രി വേണേലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ മാറ്റങ്ങളാണ് ഇതുപോലെയുള്ള പാലങ്ങൾ വരുമ്പോൾ സംഭവിക്കുന്നത്. ഓരോ ഒറ്റപ്പെട്ട ദ്വീപുകൾ പോലും ജോയിന്റ് ആക്കി വരികയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ടൂറിസം സാധ്യത വളരെയധികം കൂടുതലാണ്. ഇവിടെയുള്ള ജനങ്ങൾ അത് നല്ല രീതിയിൽ മനസ്സിലാക്കുകയും വേണം. കാരണം അത്രത്തോളം സൗകര്യങ്ങളുണ്ട്. നല്ലൊരു ദ്വീപ് തന്നെയാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഒരു ഹൗസ് ബോട്ടിന്റെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഹോം സ്റ്റേ വന്നിട്ടുണ്ട്. അതൊക്കെ പെരുമ്പളം ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇനിയും കൂടുതൽ ഹോം സ്റ്റേകൾക്ക് ഈ ഭാഗത്ത് സാധ്യതയുണ്ട്. ഇപ്പൊ ഇവിടെ കണ്ടോ നിങ്ങൾ, ടാറിങ്ങിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് പിന്നീട് നമ്മുടെ പാലത്തിന്റെ സൈഡിലേക്ക് റോഡ് ഉണ്ട്. അപ്പൊ ഇവിടെ ബോട്ടിങ്ങിന് കണ്ടോ, ബോട്ടിംഗ്, ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട്, കയാക്കിംഗ് ഒക്കെ ഉണ്ട്. അതിന്റെ നമ്പറൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെയാണ് ബോട്ടിംഗ് സൗകര്യം ഉള്ളത് കേട്ടോ. ഹൗസ് ബോട്ട് ഒരു ചെറിയ ഹൗസ് ബോട്ട് തന്നെയാണ്, നല്ലൊരു സംഭവം തന്നെയാണ്. ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പരമാവധി. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, വൈകുന്നേരങ്ങളൊക്കെ ഇഷ്ടം പോലെ ആളുകളാണ് വരുന്നതെന്ന് പറഞ്ഞത്, ഇവിടുത്തെ സമീപപ്രദേശത്തുള്ള ആളുകൾ കേട്ടോ. അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് പല പല സാധ്യതകളും ഈ പെരുമ്പളം ദ്വീപത്തെ ജനങ്ങൾ കണ്ടെത്തണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ദ്വീപ് ഒന്നും കൂടി ഉഷാറാവുകയുള്ളൂ. പല ആളുകളും ചോദിച്ച ഒരു കാര്യമാണ് എങ്ങനെയാണ് പെരുമ്പളം ദ്വീപിലേക്ക് വരിക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ എറണാകുളം ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അരൂക്കുറ്റിയിൽ നിന്നും ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പെരുമ്പളം ദ്വീപിലേക്ക് എത്തും. അതുപോലെ തന്നെ നമ്മൾ തുറവൂർ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ തന്നെ അരൂക്കുറ്റിയിൽ നിന്നും റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പെരുമ്പളം ദ്വീപിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടം വരെ മാത്രമേ ഈ റോഡ് വീതിയുള്ളൂ. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട റോഡുകളാണ്. അപ്പൊ ഇവിടെയൊക്കെ കുറെ ഷോപ്പുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഹോം സ്റ്റേ കണ്ടത് നിങ്ങൾ, രാപ്പകൽ ഹോം സ്റ്റേ. അപ്പൊ ഇതൊക്കെ ഇതിനോടനുബന്ധിച്ച് പുതിയതായിട്ട് വന്നാൽ തോന്നുന്നുണ്ട് കേട്ടോ. ആദ്യം ഇതുണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അങ്ങനത്തെ ഓരോ അവസരങ്ങൾ വരുമ്പോഴാണ് ഇതുപോലത്തെ വികസനങ്ങൾ ഈ ഭാഗത്ത് വരിക. ഇനി നമുക്ക് പെരുമ്പളം ദ്വീപിന്റെ ഒരു ആകാശ കാഴ്ച കാണാം കേട്ടോ. ഇതാണ് അപ്രോച്ച് റോഡ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായല്. അതിൽ തന്നെ ഏറ്റവും വലിയ ദ്വീപാണ് നമ്മളെ പെരുമ്പളം ദ്വീപ്. ഇത്രയും കാലം ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോഴത്തെ രണ്ട് കരയുമായിട്ട് മുട്ടിയിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾ നമ്മളെ പെരുമ്പളം ദ്വീപിന്റെ ഒരു കാഴ്ച. ഇത് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മള് പെരുമ്പളം ദ്വീപിന്റെ സൈഡുകൾ കൂടെയൊക്കെ റോഡുകൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അതൊക്കെ ശരിക്ക് ടൂറിസ്റ്റ് സ്പോട്ടാക്കി ഉപയോഗപ്പെടുത്താൻ സാധിക്കും കേട്ടോ. നമ്മളെ കർമ്മ പാലം അറിയാം നിങ്ങൾക്ക്, പൊന്നാനിയിലുള്ള അതേമാതിരി ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ട് പക്ഷെ പെരുമ്പളം ദ്വീപ് ചുറ്റും ഒരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അതിനോടനുബന്ധിച്ചിട്ട് കുറേ ടൂറിസം സംഭവങ്ങൾ ഇവിടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു മിനി ലക്ഷദ്വീപ് എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിക്കാൻ സാധിക്കട്ടെ. അത്രത്തോളം മനോഹരമായ സ്ഥലമാണ്. അപ്പം നമ്മുടെ കേരള സർക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും സംയുക്തമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ദ്വീപാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പളം ദ്വീപും പെരുമ്പളം പാലും കാണാൻ വരുന്ന ആളുകൾ ഒരിക്കലും വേസ്റ്റ് ഇവിടെ ഇടരുത് കേട്ടോ. കാരണം നിങ്ങൾ തന്നെയാണ് ഇത്രയും മനോഹരമായ സ്ഥലം നശിപ്പിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ഇതൊക്കെ നമ്മളെ പെരുമ്പളം പാലും അതുപോലെ തന്നെ പെരുമ്പളത്തുള്ള വിശേഷങ്ങൾ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.